ഹായ്, ഗുഡ് മോർണിംഗ് ആൾ ഓഫ് യു. ഇഗ്നോയുടെ കോഴ്സ്, ഡിഗ്രി കോഴ്സ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള, അതായത് BPAG 171 കോഴ്സ് കോഡിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ദി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. അതാണ് ഇന്ന് നമ്മളുടെ ടോപ്പിക്ക്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെ പറ്റി പറഞ്ഞാൽ അതൊരു നാഷണൽ ലെവലിലുള്ള അതോറിറ്റിയാണ്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ് അതിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതൊരു അപ്പെക്സ് ബോഡിയാണ് ഫോർ മാനേജിങ് ദ ഡിസാസ്റ്റർ. സോ ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തലത്തിലെ അപ്പെക്സ് ബോഡിയായിട്ട് നിലകൊള്ളുന്ന സംവിധാനമാണ് ദി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ആൻഡ് ഇറ്റ് ഈസ് സെറ്റിംഗ് അപ്പ് ഓഫ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആൻഡ് ക്രിയേഷൻ ഓഫ് ആൻ enabling environment for institutional mechanisms at the state and the district level, and it is mandated by the Disaster Management Act 2005. ഓക്കെ, 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിന് പ്രകാരം സ്ഥാപനപരമായ ഒരു സംവിധാനം ആലോചിച്ചപ്പോൾ ദേശീയ തലത്തിൽ രൂപീകരിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ദുരന്തത്തെ നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപന സംവിധാനം എന്ന രീതിയിൽ നമുക്കിതിനെ പറയാം. ഇത് ദേശീയ തലത്തിലാണ്. പ്രൈം മിനിസ്റ്ററാണ് ഇതിൻ്റെ അപ്പെക്സ് ബോഡിയുടെ ചെയറായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയാം. ദെൻ വാട്ട് ഇസ് ദി കറക്റ്റ് ഓർഡർ ഓഫ് എവല്യൂഷൻ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്? ദ ഫേസസ്, നെയിംലി റീകൺസ്ട്രക്ഷൻ, മിറ്റിഗേഷൻ ആൻഡ് പ്രിഡിക്ഷൻ, പ്രിപ്പയർനെസ് ഫോർ റിലീഫ്, വാർണിംഗ്, റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ. ഇതാണ് അതിൻ്റെ എവല്യൂഷണറി ഫേസ് എന്ന് പറയുക. പല തലങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പോൾ ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടൊരു പുനരുദ്ധാരണ പ്രവർത്തനം വരണം. ആ ഡിസാസ്റ്ററിനെ മിറ്റിഗേറ്റ് ചെയ്യണം, ഇല്ലായ്മ ചെയ്യണം. ഡിസാസ്റ്റർ വരുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് അറിയിക്കേണ്ടവരെ അറിയിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് എവിടെയാണോ ഒരു ഒരുക്കം നടത്തേണ്ടത്, പ്രിപ്പയർനെസ് ഫോർ റിലീഫ്, അതേപോലെ തന്നെ മുന്നറിയിപ്പ് നൽകുക, വാർണിംഗ്, ദെൻ ആൾസോ റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ. ഇതെല്ലാമാണ് അതിൻ്റെ ഫേസസ് എന്ന രീതിയിൽ പറയുന്നത്. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്നാണ് രൂപപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, NDMA, that is the short form of a National Disaster Management Authority. And you see, it is an apex body of Government of India with a mandate to lay down policies for disaster management. NDMA was established through the Disaster Management Act enacted by the Government of India on 23rd December 2005. അപ്പോൾ എന്നാണ് ഇത് നിലവിൽ വന്നത്? 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിന് പ്രകാരം 2005 ഡിസംബർ 23 ഇത് നിലവിൽ വന്നത്. ഇതിൻ്റെ ഒരു കോമ്പോസിഷൻ, സ്ട്രക്ചർ എന്താണ് നോക്കിയാൽ, ഇറ്റ് ഈസ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ആസ് ദ എക്സ് ഓഫീഷ്യോ ചെയർപേഴ്സൺ. The chairperson, that is PM, Prime Minister, can nominate other members to the National Disaster Management Authority, the total of which cannot exceed 9. The chairperson, that is Prime Minister of NDMA, also has the right to nominate a vice chairperson to the NDMA. അതായത് ഇതിൻ്റെ ചെയർ ആരാണ്? പ്രൈം മിനിസ്റ്റർ. അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? മറ്റു അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം. എത്ര അംഗങ്ങളെ? മൊത്തത്തിലെ 9 അംഗങ്ങളുടെ എണ്ണം, 9ൽ കവിയരുത്. അതുകൊണ്ട് തന്നെ പ്രൈം മിനിസ്റ്റർ NDMAയുടെ ചെയർപേഴ്സണായി വരുന്ന പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തിന് അതേപോലെ തന്നെ NDMAയുടെ ഒരു വൈസ് ചെയർപേഴ്സണെ നോമിനേറ്റ് ചെയ്യുവാനുള്ള അധികാരവും അദ്ദേഹത്തിലെ നിക്ഷിപ്തമാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ NDMA ഇംപ്ലിമെൻറ്റഡ് ദ സ്കീം. ആ സ്കീമിൻ്റെ പേരെന്താണെന്നറിയാമോ? സ്ട്രെങ്തനിങ് ഓഫ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റീസ്. സ്ട്രെങ്തനിങ് ഓഫ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റീസിൻ്റെ ഷോർട്ട് ഫോമായിട്ട് നമുക്ക് എന്ത് പറയാം? SDMAS. ആൻഡ് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റീസ്, DDMAS, with the objective to improve the effectiveness of all SDMAs and selected DDMAs and making them functionally operational by providing dedicated DM professionals for taking up, district level management professionals for taking up. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് SDMA അല്ലെ DDMA എന്ന തരത്തിൽ നിങ്ങളോട് ഒരു പക്ഷേ അതിനെപ്പറ്റി
ചോദിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ എവല്യൂഷനെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യുക എന്ന തരത്തിൽ ഒരുപക്ഷെ ഒരു ചോദ്യം വന്നാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് നിലവിൽ വന്നത്, അതിൻ്റെ ചെയർ ആരാണ്, അത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഓക്കെ. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷണൽ ലെവലിലുള്ള ഒരു സെറ്റപ്പും അതിൻ്റെ എവല്യൂഷണറി പ്രോസസ്സ് അത് നാഷണൽ ലെവലിലാണ്. അതുകൊണ്ടാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ഇറ്റ് ഹാസ് ഗോൺ ത്രൂ ദ സെയിം പ്രോസസ് എമർജൻസ് ഓഫ് ഓർഗനൈസേഷൻ that has taken so many evolutionary steps. The Government of India, in recognition of the importance of disaster management as a national priority, set up a high-powered committee in August 1999 and a national committee after the Gujarat earthquake for making recommendations on the preparation of disaster management plans and suggesting effective mitigation mechanisms. The 10th 5-year plan document for the first time also had a detailed chapter on disaster management. The 12th Finance Commission was also mandated to review the financial arrangements for disaster management. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ എമർജൻസ്, ആ ഓർഗനൈസേഷനിലെ എമർജൻസ് എങ്ങനെ ഉണ്ടായി, നാളുകളോളമുള്ള ഡിസ്കഷനെ തുടർന്നാണ്. കാരണം പലതരത്തിലുള്ള ദുരന്തങ്ങൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഗുജറാത്തിലുണ്ടായ ഭൂകമ്പം, അങ്ങനെ ദേശീയ തലത്തിൽ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് എന്ത് സംവിധാനം ഒരുക്കാൻ സാധിക്കും, അതിൻ്റെ ആവശ്യകത എന്താണ്, അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇന്ത്യയിൽ ദേശീയ തലത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിൻ്റെ ഒരു ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു നാഷണൽ പ്രയോറിറ്റി നൽകിക്കൊണ്ട് ഹൈ പവേർഡ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. അതും 1999 ഓഗസ്റ്റിലായിരുന്നു ആ ഹൈ പവേർഡ് കമ്മിറ്റി രൂപം കൊണ്ടത്. അതും പ്രധാനമായിട്ട് എന്തുകൊണ്ട് ഗുജറാത്തിലെ ആ ഒരു ഭൂകമ്പം, ആ ഒരു ദൃശ്യത അത് വളരെ നമ്മളെ എല്ലാം ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇവൻ്റായിരുന്നു. ആ ഒരു ദുരന്തം വന്നതിന് ശേഷമാണ് പിന്നീട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻസ് ഉണ്ടാക്കണമെന്ന രീതിയിലുള്ള ആലോചന വന്നു. അതിനെ തുടർന്ന് റെക്കമെൻഡേഷൻസ് ഉണ്ടായി. ആ റെക്കമെൻഡേഷൻസ് എല്ലാത്തിലും തന്നെ മുന്നോട്ട് വെച്ച സജഷൻസ് എന്തെന്നാൽ എഫക്റ്റീവ് മിറ്റിഗേഷൻ മെക്കാനിസംസ് അതാണ് വേണ്ടത്. അങ്ങനെ 10th 5-year പ്ലാൻ ഡോക്യുമെൻ്റ് ആദ്യമായിട്ട് ഒരു ഡീറ്റെയിൽഡ് ചാപ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. 12th ഫിനാൻസ് കമ്മീഷൻ അതേപോലെ തന്നെ ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം നിലവിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സംവിധാനത്തിലേക്ക് വേണ്ട ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റ്സും രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ്. Then you see, on 23rd December 2005, the Government of India enacted Disaster Management Act, which envisaged the creation of National Disaster Management Authority headed by the Prime Minister and state disaster management authorities headed by the respective chief ministers to spearhead and implement a holistic and integrated approach to disaster management in India. Okay. National Disaster Management Authority, as the apex body for disaster management, has the responsibility for laying down policies, plans and guidelines for disaster management and coordinating their enforcement for effective response. The guidelines have assisted the central ministries, departments and states to formulate their respective disaster management plans. It can also take other measures as it may consider necessary for the prevention, mitigation, preparedness and capacity building for dealing with a threatening disaster situation. Central ministries or departments and state governments are expected to extend necessary cooperation and assistance to NDMA for carrying out their mandate. National Disaster Management has to oversee the provision and application of funds for mitigation and preparedness measures. It has the power to authorize the departments or authorities concerned to make emergency procurements or provisions or materials for rescue and relief in a threatening disaster situations or disaster situation or disaster. അപ്പോൾ NDMA നിലവിൽ വന്നു. അതിനുശേഷമുള്ള ആ ഒരു
പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പെക്സ് ബോഡി എന്ന രീതിയിൽ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സമിതി എന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പോളിസീസ്, പ്ലാൻസ്, അതുപോലെ ഗൈഡ് ലൈൻസ്, ഇതിനു വേണ്ടിയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഏജൻസീസ്, ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ കേന്ദ്ര തലത്തിൽ ഇതിനൊക്കെ രൂപം കൊടുത്തു. ഈ ഗൈഡ് ലൈൻസിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സെൻട്രൽ മിനിസ്ട്രീസ്, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ്സ്, സ്റ്റേറ്റിന് ആവശ്യമായ തരത്തിലുള്ള റെസ്പെക്റ്റീവ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻസ് രൂപപ്പെടുത്തുക, ഇങ്ങനെയുള്ള ഒരുപാട് മെഷേഴ്സാണ് ഈ ഒരു കാലയളവിൽ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത്. അപ്പോൾ ഈ ദുരന്ത നിവാരണ സേന എന്ന് പറയുമ്പോൾ അവരുടെ പ്രവർത്തനത്തിൽ റെഡി ടു റെക്കൺ എന്ന് പറഞ്ഞാൽ എന്തിനും ഒരുങ്ങിയിരിക്കുക, തയ്യാറായിരിക്കുക, എന്തെങ്കിലും ഒരു വാർത്ത കേട്ടാൽ അതിൻ്റെ ആ ദുരന്തമുഖം എന്താണെന്ന് തിരിച്ചറിയുക, ആ ദുരന്തമുഖത്തിൻ്റെ തീക്ഷ്ണതയെ കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക, അതേപോലെ തന്നെ എല്ലാവരിലും ഇതിനൊരുങ്ങിയിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിന് ഒരു കപ്പാസിറ്റി ബിൽഡ് ചെയ്യേണ്ട ആവശ്യകത, ഒരു ഭയരഹിതമായൊരു സിറ്റുവേഷൻ വന്നാലേ, ഒരു ത്രെട്ടണിങ് ഡിസാസ്റ്റർ സിറ്റുവേഷൻ വന്നാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം, അതിനെങ്ങനെ ഒരുങ്ങണം, എന്തെല്ലാം സംവിധാനം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കണം. അതുകൊണ്ട് തന്നെ സെൻട്രൽ മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഇവരെല്ലാവരും തന്നെ നെസസറി കോപ്പറേഷൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണ മനോഭാവത്തോടുകൂടി NDMA അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഓവർസീസ് ഇതിൻ്റെയൊക്കെ ആ ഒരു മുന്നിലുള്ള ഏത് തരത്തിലുള്ള ഒരുക്കങ്ങളും സംവിധാനങ്ങളും ആളുകളും ആ ഒരു സേന എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തെല്ലാം മെഷേഴ്സ് സ്വീകരിക്കണം, എന്തെല്ലാം പവർ ഇതിലേക്ക് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ബേസിൽ അതോറിറ്റീസിന് കൺസേൺ ചെയ്യേണ്ടതുണ്ട്, എമർജൻസി പ്രൊക്യൂർമെൻ്റ് എന്ന രീതിയിൽ എന്തെല്ലാം പ്രൊവിഷൻസ്, എന്തെല്ലാം മെറ്റീരിയൽസാണ് ഒരു രക്ഷാമാർഗം എന്ന രീതിയിൽ, ഒരു ദുരന്ത നിവാരണത്തിനുള്ള ആശ്വാസകരം എന്ന രീതിയിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ വിശദമായ കൂടിയിരിപ്പുകളും അതിനുവേണ്ട സംവിധാനങ്ങളും പരിശീലനങ്ങളും എല്ലാം തന്നെ കൊടുക്കുവാനായിട്ട് മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. ഓക്കെ, ദി National Disaster Management is mandated to deal with all types of disasters, natural or man-made, whereas such other emergencies, including those requiring close involvement of the security forces or intelligence agencies, such as terrorism, counter-insurgency law and order situations, and also serial bomb blast, hijacking, air accidents, chemical, biological, radiological and nuclear weapon systems, mine disasters, port and harbor emergencies, forest fires, oil field fires and oil spills will continue to be handled by the National Crisis Management Committee. NDMA അപ്പോൾ ഇങ്ങനെ ദേശീയ തലത്തിൽ ഏത് തലങ്ങളിലെല്ലാം എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടായാൽ ഇവർക്ക് ഇടപെടണം, എന്തെല്ലാം മേഖലകളിൽ ഇവർ ഇടപെടണം, ആ മേഖലകളുടെ എണ്ണം തിരിച്ചുള്ള കാര്യങ്ങളാണ് നാം ഇപ്പോൾ ഇവിടെ ഓരോന്നോരോന്നായിട്ട് എടുത്തു പറഞ്ഞത്. ദെൻ NDMA however formulate guidelines and facilitate training and preparedness activities in respect of chemical, biological, radiological, nuclear emergencies, cross-cutting themes like medical preparedness, psychosocial care, then trauma, community-based disaster preparedness, information and communication technology training, preparedness awareness generation, etc. of natural and man-made disasters in partnership with their stakeholders concerned. Resources available with the disaster management authorities at all levels, which are capable of discharging emergency support functions, will be made available to the nodal ministries and agencies concerned during times of such disasters. Okay. അപ്പോൾ എങ്ങനെ ഒരുങ്ങണം, എന്തെല്ലാം വിഭവശേഷി ഉണ്ടാവണം, എന്തെല്ലാം പരിശീലനങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം ഇവർ മാറേണ്ടത്, അപ്പോൾ ഏതെല്ലാം തലങ്ങളിലുണ്ടാവുന്ന ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഈ NDMAയിൽ ഉണ്ടാകേണ്ടത്. ഇങ്ങനെ ആ NDMAയുടെ എവല്യൂഷൻ എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾ വാച്ച് ചെയ്യുന്നവർ തീർച്ചയായിട്ടും അത് ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അത് വളരെ വാല്യുബിളാണ്, ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, സോ ദ എവല്യൂഷൻ ഓഫ് എ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓപ്ഷണൽ സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്ന ഇഗ്നോയുടെ ഡിഗ്രി സ്റ്റുഡൻസിന് ഇത്
ഒരു റെഫറൻസ് പാർട്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓക്കെ താങ്ക് യു.